അങ്ങനെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. സാധാരണ ഓൺലൈനിൽ വാങ്ങുന്ന പ്ലാന്റുകളൊക്കെ, പ്രത്യേകിച്ച് ഗിരീഷേട്ടൻ്റെ നിന്ന് വാങ്ങുന്ന പ്ലാന്റൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ് ഹെൽത്തിയാണ്. ഇനി കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട്. അതായത് ഫസ്റ്റ് അതിന് കുറച്ച് നേരം ഒന്ന് കാറ്റ് കൊള്ളാനായി വെക്കും. അതിനുശേഷം ഫംഗിസൈഡിലൊന്ന് മുക്കിപ്പൊക്കി എടുക്കുന്ന പരിപാടിയുണ്ട്. അത് പുള്ളി തന്നെ പറഞ്ഞ ഇൻസ്ട്രക്ഷനാണ് കേട്ടോ. ഞാൻ ചെയ്യുന്നത് ഫംഗിസൈഡ് കലക്കിയിട്ട് ആ വെള്ളത്തിലൊരു കുറച്ച് നേരം ഇതിനെ മുക്കി വെച്ചിട്ട് പൊക്കിയെടുത്ത് ഒന്ന് തോരാൻ വെക്കും. കുറച്ച് നേരം ഷെയ്ഡിൽ വെക്കും. ഞാൻ സാധാരണ അന്ന് തന്നെ വൈകുന്നേരം ഇത് പ്ലാന്റ് ചെയ്യാറാണ് പതിവ്. പക്ഷെ കുറേ പേര് പറയുന്ന കേൾക്കാം ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് ചെടിക്ക് ക്ഷീണം ഉണ്ടാവും, അപ്പോൾ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മളെടുത്ത് നട്ടാൽ മതിയെന്ന്. ഇതാണ് ഞാൻ എന്തായാലും അങ്ങനെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പറഞ്ഞ പോലെല്ലാം പ്ലാന്റിനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി പൊട്ടൊക്കെ തൊട്ട് വെച്ചിട്ടുണ്ട്. പൊട്ട് തൊട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വേരുകളുണ്ട് മേലെയുള്ളത്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഫംഗിസൈഡ് ചെറുതായിട്ടൊന്ന് ചാലിച്ച് പൊട്ട് പോലെ തൊട്ട് വെച്ചേക്കാണ്. നീല പൊട്ടൊക്കെ തൊട്ടതാ സുന്ദര കുട്ടപ്പന്മാരായിട്ട് കിടക്കുന്നു. ഇനി നമുക്ക് മണ്ണ് റെഡിയാക്കാം. എൻ്റെ ബോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ മണലാണുള്ളത്, മണ്ണിവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ചെടി വളരാൻ എന്തായാലും ഭാഗ്യത്തിന് മണലാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ പോട്ടിംഗ് മിക്സിൽ കൂടുതലും മണലും ചാരവും ചകിരിച്ചോറും ഒക്കെയാണ്. ഇതിനെന്തായാലും ഞാൻ ചാരവും ചകിരിച്ചോറൊന്നും ഇടുന്നില്ല. മണലും ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടിംഗ് മിക്സിലേക്ക് ഇന്ന് പ്ലാന്റ് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്. ചെറുത് മതി. ചെറിയൊരു ചെടിച്ചട്ടിയിൽ താഴത്തെ വെള്ളം വാർന്നു പോകാനായിട്ട് കുറച്ച് മെറ്റൽ പെറുക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ പോട്ടി മിക്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം പോട്ടി മിക്സ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഈ കോഡക്സ് വെളിയിൽ നിൽക്കത്തക്ക രീതിക്ക് വേണം നമ്മൾ എപ്പോഴും അടിയിലും പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കോഡക്സ് വെളിയിൽ വരത്തക്ക രീതിയിൽ, പുറത്ത് നിൽക്കത്തക്ക രീതിയിൽ ഞാൻ നട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിതാ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 3-4 ദിവസം തണലത്ത് വെക്കുക. പുതിയ നാമ്പൊക്കെ വന്നു കഴിഞ്ഞ് മാത്രം നമുക്കെടുത്ത് ഷെയ്ഡിൽ നിന്ന് മാറ്റി വെക്കാം.